രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് തന്നെയാണ് ഇന്നലെ രാത്രി പെയ്ത മഴ ആ ഒരു സമയം തൊട്ട് രാവിലെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിലൊരു വെള്ളക്കെട്ടില്ല, പക്ഷേ ആ ഒരു വെള്ളക്കെട്ട് ഉണ്ടായതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ വാഹനങ്ങളടക്കം കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ആർക്കും ഈ വെള്ളത്തിലൂടെ നടക്കാൻ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ മെട്രോ പില്ലറിൻ്റെ ഒക്കെ മുകളിൽ കയറി നിന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഒരുപാടധികം ആളുകൾ ഇപ്പോൾ സമയം 9:45 ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരുപാടധികം ആളുകളൊക്കെ ജോലിക്കാണെങ്കിലും അല്ല വേറെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരുപാടധികം യാത്രക്കാരെല്ലാം തന്നെ ദൂരദേശങ്ങളിലേക്ക് പോകുന്നവരും വലിയ ലഗേജുകളുമായൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഈ ഒരു വെള്ളക്കെട്ട് മൂലം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും വാഹനങ്ങൾ ഇപ്പോൾ ഒരു വശത്തു കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു ഭാഗത്തേക്ക് ടിക്കറ്റ് കൗണ്ടറിന്റെ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളം കയറിയ ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാൽമുട്ടിനൊക്കെ മുകളിൽ വെള്ളമുള്ള ഒരവസ്ഥ തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇവിടെ ഈ റോഡിലെല്ലാം ചെറിയ കുഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ടെൻഷനുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ കുഴികളിലൊക്കെ വീണ് പരിക്കുകളൊക്കെ പറ്റാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേടി കാരണം എല്ലാവരും ഈ മെട്രോ പില്ലറിന് മുകളിൽ കയറി നിന്ന് അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. മെട്രോയുടെ ഭാഗത്തേക്ക് പോകുന്നവരാണെങ്കിലും പുറത്തേക്ക് പോകുന്നവരാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അപ്പുറത്തു കൂടെ വളഞ്ഞു വന്ന് മെട്രോ പില്ലറിന് മുകളിൽ കയറി തിരിച്ച് താഴേക്ക് ഇറങ്ങി ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. എന്തായാലും നമ്മുടെ മെട്രോ കയറുന്ന ആ ഒരു ഭാഗത്താണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗത്താണെങ്കിലും ഒക്കെ രണ്ട് സൈഡിലും വെള്ളം കയറി ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനൊരു ചെറിയ ശമനം എന്നൊക്കെ പറയാം. പക്ഷേ എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തുള്ള ഓട്ടോറിക്ഷ ഓട്ടോക്കാരെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ഒരു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയും അതോടൊപ്പം വാഹനങ്ങളടക്കം കൃത്യമായ നിർദ്ദേശം നൽകി തിരിച്ചുവിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വെള്ളക്കെട്ടിന് ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ അതിനെ തുടർന്നുള്ള വലിയ രീതിയിലുള്ള ബ്ലോക്കും തിരക്കുകളും ഗതാഗത തടസ്സങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് നോക്കുമ്പോൾ കാണാൻ ഇടപെടുകയാണ്. എന്തായാലും ഒരു മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സ്ഥലമാണ് കൊച്ചി എന്ന് വേണം കൂടി പറയാൻ. എന്തായാലും വിജിതയുടെ സമീപത്ത് ആളുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ആരുടെയും പ്രതികരണം നമുക്കിപ്പോൾ ലഭിക്കുമോ? നമ്മളിപ്പോൾ എത്തിയ സമയത്താണെങ്കിലും എല്ലാവരും ഈ വേണ്ട കാര്യങ്ങൾ നടപടികളെല്ലാം ചെയ്യുന്ന ഒരു തിരക്കിലാണുള്ളത്. ആ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിൽ വാഹനങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കടത്തിവിടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ അവർ തന്നെയാണ് മുന്നോട്ട് ഇറങ്ങി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരൊന്നും എത്തിയില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഇതിനെ തുടർന്ന് വന്നിട്ടുണ്ട്. അത് വേറൊരു കാര്യമാണ്. എന്തായാലും പ്രതികരണത്തിന് ഇത്രയും പേരെ ഇവിടെ കൃത്യമായി എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അവരെല്ലാം അതിൻ്റെ ഒരു തിരക്കിലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം ഇവിടെ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് മുൻഗണന എന്ന് പറയുന്നത് കൃത്യമായി ആ വാഹനങ്ങൾ കടത്തിവിടുക. രാവിലെ തൊട്ട് ഒരു വാഹനവും ഇവിടെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ആളുകൾക്കടക്കം നടക്കാൻ കഴിയുന്നില്ല, വാഹനം പോകാൻ കഴിയുന്നില്ല. വലിയ രീതിയിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് തന്നെ ആ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ല. നേരത്തെ കുറേ പേര് ഇറങ്ങാൻ നേരെ ചാടുന്ന ഈ മെട്രോ പില്ലറിന് താഴേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുകളിൽ കയറി നിന്ന് താഴേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് ചേട്ടാ, സ്ഥിരമാണോ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട്? സ്ഥിരം മഴ പെയ്ത അന്നേരം ഇവിടെ സ്ഥിരം വെള്ളക്കെട്ടാണ്. നമുക്ക് നടക്കാനും പറ്റില്ല, വണ്ടിക്കും പറ്റില്ല, ഒന്നുമില്ല. ഞാനൊരു ട്രാവൽസിലെ ഡ്രൈവറാണ്. ഇത് ഫുൾ വെള്ളക്കെട്ടാണ്. ഇവിടെ ഉദ്യോഗസ്ഥരാരെങ്കിലും വരിക എന്തെങ്കിലും? കേരളത്തിൽ ആകെ ഭരിക്കുന്ന ഒരു സ്ഥലമാണ് കോൺഗ്രസ് കോർപ്പറേഷൻ ഉള്ള എറണാകുളം. ഈ കോലം നോക്കി ഇതിന്റെ അടിപൊളിയാണ്. കൊച്ചി കോർപ്പറേഷൻ വളരെ നല്ല മുകളിൽ ആകാശം നോക്കുക, താഴെ കണ്ടില്ലേ കപ്പലോടിക്കുക, വളരെ നന്നായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരാരെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാരെങ്കിലും ആരും വന്നില്ല. ഇവിടെ ഇത്രയും ബ്ലോക്കായിട്ട് പോലും ഒരു പോലീസുകാരും വന്നിട്ടില്ല. ആരും വന്നിട്ടില്ല. ഇവിടെ ഈ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, രാവിലെ തൊട്ടും ഇവിടെ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുകയായിരുന്നു ഈ കാര്യങ്ങൾ? നമ്മൾ ടാക്സി ഡ്രൈവർമാരെല്ലാം കൂടെ കൂടിയാണ്
മുൻകൈ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ജീപ്പുകാർ പോലീസുകാർ വന്നു ഇതിലങ്ങ് പോയി, അവർ ജസ്റ്റ് നോക്കി പോലും ചെയ്തില്ല. ഇവിടെ അന്നേരം ഇവിടെ ബ്ലോക്കായിട്ട് കിടക്കുവാണ്, എന്നിട്ട് പോലും അവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാന്ന്. നിലവിലെ അവസ്ഥ എന്താ? ആ ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ടോ? അങ്ങോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? അങ്ങോട്ട് പോകാൻ കഴിയുന്നുണ്ട്, ഈ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഈ ഫുള്ള് മൊത്തം വെള്ളക്കെട്ടാണ്. അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റില്ല, വണ്ടിയും പോയാൽ ആളും പോകത്തില്ല. ആൾ പോയി കഴിഞ്ഞാൽ അരക്കെട്ട് വെള്ളമാണ്. രാവിലത്തെ അവസ്ഥ എന്തായിരുന്നു? ഈ വാഹനങ്ങളൊക്കെ വന്നിട്ട് ഈ ലഗേജ് ഒക്കെ എടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ? ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട്. ലഗേജ് എടുക്കാനൊക്കെ ആണെങ്കിൽ കടന്നു പോകാനാണെങ്കിൽ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിയ ആൾക്കാരെ, ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുള്ള. ഇവിടെ എല്ലാം ഫുള്ള് വെള്ളമായിരുന്നു, ഈ കംപ്ലീറ്റും വെള്ളമായിരുന്നു. മുട്ടിപ്പം വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് 7 മണി 6 മണി തൊട്ട് ഇവിടെയുണ്ട്. ഞാൻ യൂണിഫോമില്ലേ, ഞാൻ ഇതുണ്ടോ ലുങ്കി എടുത്തോണ്ടാ നിൽക്കുന്നത്. പാൻറ്റ് അവിടെ ഊരിയിട്ട് എൻ്റെ ഓഫീസിൽ വെള്ളം കയറിയിട്ട് ഞാൻ പാൻറ്റെല്ലാം ഊരിയിട്ട് അത് ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വേണ്ട കാര്യങ്ങളൊക്കെ. ഇതിപ്പോ നമ്മള് എന്താണ് പിടിയുന്ന വന്ന മഴ, ആ മഴയിൽ ഇത്രയും വെള്ളപ്പൊക്കം വന്നപ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ ഡ്യൂട്ടിയാണ്, ഒരു സേവന പ്രവർത്തനമാണ്. അങ്ങനെ കണക്കൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ കാണിക്കണതൊക്കെ റിസ്ക് ആണത്. ഇതിന്റെ മുകളിൽ നിന്നൊക്കെ ആരെങ്കിലും ചാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ വെള്ളം? കുറച്ചു നേരത്തെ ഒരാൾ വീണൂടാ. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ആളുകൾ കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ കയറില്ല, നിങ്ങൾ അതിൽ വന്നത് റിസ്ക് ആണ്, ഒരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം നനഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഇതിൽ നേരവിന് പോകുമെന്ന് പറഞ്ഞു. ആളുകൾ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. പിന്നെ ഇവിടെ ഇപ്പോൾ അവിടെ ഒരു കാണയുണ്ട്, അവിടെ ആ കാണയിലേക്ക് വെള്ളം പോകാഞ്ഞത് കൊണ്ടാണ് ശരിക്കും അത് റെയിൽവേയുടെ അകത്തിരിക്കുന്ന ഒരു സംഭവമാണത്. ആ കാണയുടെ അകത്തൂടി വെള്ളം പോകാത്തതുകൊണ്ടാണ് ഇത്രയും വെള്ളക്കെട്ട് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പോൾ അവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് അവിടെ നിൽക്കുന്ന ഷാജി എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ ഇപ്പോൾ അവിടെ കമ്പ് വെച്ച് ഒരു പൈപ്പ് വെച്ച് കുത്തി അവിടെ ആ വെള്ളം ക്ലീൻ ചെയ്യുന്നതാണ്. വെള്ളം പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ ഇവിടെ വെള്ളം കുറഞ്ഞു. നമ്മൾ ചെയ്യാനുള്ളത് അത് തന്നെ. വേറെ മഴയാണ്, ആ മഴയ്ക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ദൈവത്തിൻ്റെ ഇതാണ്. അപ്പോൾ ശരി, അങ്ങോട്ടൊന്നും വേണ്ട, എപ്പോഴും വെള്ളം കിട്ടിയാണ്. വേറൊരു കാര്യം പറയാനുണ്ട് വെച്ചാൽ ഈ റോഡ് അങ്ങാടി ചെല്ലാൻ നേരത്ത് അവിടെ കോർപ്പറേഷന് കുറേ വേസ്റ്റുകൾ ഇടുന്നുണ്ട്. ആ വേസ്റ്റുകൾ അവിടെ കൂടി കിടന്ന് ചെയ്യാൻ നേരത്ത് ഇതേപോലെ നല്ല ശക്തമായിട്ടുള്ള മഴകൾ വന്ന് ചെയ്യാൻ നേരത്ത് ആ വേസ്റ്റിൽ എന്തെല്ലാം അഴുക്കളുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ വേസ്റ്റ് വെള്ളം മൊത്തം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളിപ്പോൾ ഈ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഈ വെള്ളത്തിൽ ഫുള്ളായിട്ട് നിൽക്കണേ. നാളെ നേരം മുഴുകുമ്പോൾ ഈ കാല് മൊത്തം ചൊറിഞ്ഞു പൊട്ടാൻ തുടങ്ങും. ആ ഒരവസ്ഥയാണ് നിലവിലിപ്പോൾ ഉള്ളത്. അതിന് വേണ്ടത് ഈ കാണ ക്ലീനാക്കുക. ആ ക്ലീനാക്കാൻ നേരത്തും വൃത്തിയായിട്ട് കാണിക്കുക, ഉടായ്പ പണി കാണിക്കരുത്. ഉടായ്പ പണി കാണിക്കാണ്ട് നേരെ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴുത്തിന് പൊക്കമുള്ള ഒരു കാണയാണിത്. ആ കാണ അത്രയും ക്ലീനാക്കി കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും മഴക്കാലം ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ നല്ലൊരു ശക്തമായ മഴ പെയ്തപ്പോഴേക്കും ഇത് തന്നെയാണ് ഈ ഒരു എറണാകുളം സൗത്തിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇവരൊക്കെ പറഞ്ഞതുപോലെ രാവിലെ ആ ഒരു വെള്ളം കയറിയപ്പോൾ തൊട്ട് ഇന്നലെ രാത്രി ശക്തമായ മഴ തന്നെയായിരുന്നു. എറണാകുളത്ത് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ ഈ ഒരു ശക്തമായ മഴ പെയ്ത് വെള്ളം കയറിയ സമയം തൊട്ട് ഇവിടെ ഓട്ടോറിക്ഷക്കാർ, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇവരെല്ലാം വലിയ രീതിയിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഓരോ യാത്രക്കാരെയും സുരക്ഷിതമായി മറുവശത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം സുരക്ഷിതമായി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മുൻകൈയെടുത്ത് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഒന്ന് വന്ന് പോകുന്ന ഒരു സാഹചര്യമാണ്. വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപമുണ്ട്. പി ചേട്ടനാണെങ്കിൽ പോലും ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു കാനയുണ്ട് എന്നുള്ള കാര്യം അടക്കം നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു പ്രശ്നമെല്ലാം, അല്ലെങ്കിൽ കോർപ്പറേഷൻ അടക്കമുള്ളവർക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ഒരു വെള്ളം വന്നപ്പോഴേക്കും ആ ഭാഗമൊക്കെ എന്ന് പറയുന്നത് വലിയ രീതിയിൽ വേസ്റ്റ് എല്ലാം കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് ഈ വേസ്റ്റ് അടക്കം ഈ വെള്ളത്തിൽ കലർന്ന് പലതരത്തിലുള്ള അസുഖങ്ങൾ അടക്കം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം പേടിച്ചുകൊണ്ടാണ് ആളുകൾ ഈ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഒരു മടി കാണിക്കുകയും ആ ഒരു ഭാഗത്തൂടെ കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനെ തുടർന്ന് ആ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ കൂടി അവിടെ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടുന്ന് ചാടുന്ന സമയത്ത് കുറേ പേർക്ക് ചെറിയ രീതിയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം പോലെ തന്നെ എല്ലാം മുൻകൈ എടുത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികളും അതോടൊപ്പം ഈ പരിസരത്തുള്ളവരുമെല്ലാം ചെയ്യുന്നുണ്ട്, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് 11 മണിക്ക്
കോർപ്പറേഷന്റെ മേയർ ഒരു മീറ്റിംഗ് അടക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യോഗത്തിൽ മേയറുടെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതിനെക്കുറിച്ചെല്ലാം ഇക്കാര്യമെല്ലാം പറയുമെന്നുള്ളത് തന്നെയാണ് ഒരു വിമർശനമായി തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആളുകളെല്ലാം തന്നെ ഇവിടെ പോകുന്ന സമയത്ത് ഇവർ വേണ്ട ഇൻസ്ട്രക്ഷൻസും നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ആ ഭാഗം സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിലൊരു കുഴിയുണ്ട്, പോകുമ്പോഴെല്ലാം സൂക്ഷിച്ച് പോകണം എന്ന് തുടങ്ങി ആളുകളെ വഴിതിരിച്ച് വാഹനങ്ങളടക്കം വഴിതിരിച്ച് വിട്ട് വേണ്ട ഒരു രക്ഷാപ്രവർത്തനം തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വെള്ളക്കെട്ടിന് ചെറിയൊരു ശമനമുണ്ട്. വാഹനങ്ങൾ ചെറിയ രീതിക്കാണെങ്കിലും ഇവിടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും ഈ വെള്ളം പൂർണ്ണമായി പോകാത്തത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് സാധാരണ ഇങ്ങനൊരു വെള്ളക്കെട്ടുണ്ടാകുന്ന സമയത്ത് മോട്ടർ അടക്കം കൊണ്ടുവന്ന് അത് അടിച്ച് മാറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ മോട്ടർ അടക്കം കേട് വന്നതുകൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം പൂർണ്ണമായും പോകാതെ ഇതിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയ ആശങ്ക തന്നെ ഉണ്ടാക്കുന്ന കാര്യമാണ് രേണുക. ശരി വിജിത, എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചോളം ഒരു ചെറിയ മഴ പെയ്താലും പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊച്ചി. എന്തായാലും വളരെയധികം ഒരു വെള്ളക്കെട്ട് തന്നെയാണ് ഇപ്പോൾ എറണാകുളം സൗത്തിലും കാണാൻ കഴിഞ്ഞത്. റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് തന്നെയാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്ത് തിരികെ ഇറങ്ങി വരുന്നവർക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ലഗേജുകൾ അടക്കം എത്തിക്കാനും അല്ലെങ്കിൽ ഗതാഗത തടസ്സം ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. നിലവിൽ അവിടെ നഗരസഭാ അധികൃതർ ഇവിടെ എത്തിയില്ല എന്നതാണ് അവിടുത്തെ ഓട്ടോ ഓടിക്കുന്ന വ്യക്തികളും പറയുന്നത്. എന്തായാലും ഓട്ടോ സ്റ്റാൻഡിലെ വ്യക്തികൾ ചേർന്ന് അവരുടെ കൂട്ടായ്മ ചേർന്നാണ് അവിടുത്തെ വെള്ളക്കെട്ടൊക്കെ ഒരു പരിഹരിക്കാൻ ശ്രമം നടത്തുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിരുന്നു. എന്തായാലും ആ ഓടകളിൽ കമ്പ് കുത്തിയിറക്കി ചവറുകൾ മാറ്റി വെള്ളം ഒഴുക്കിവിടാനുള്ള ധൃതിയിലാണ് ഇപ്പോൾ. അവിടെയും എന്തായാലും 3 സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്കിപ്പോൾ നമ്മുടെ പ്രതിനിധികൾ സംസാരിച്ചത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തന്നെ തുടരുകയാണ്. എന്തായാലും ചെറിയ രീതിയിൽ ചെറിയൊരു ശാന്തതയുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. 6 ജില്ലകളിലാണ്. ആ 6 ജില്ലകൾ ഇവയാണ്. ഓറഞ്ച് മുന്നറിയിപ്പുള്ള 6 ജില്ലകൾ ഇവയാണ്. ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് ഉള്ളത്. ഇതിനു പുറമെ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നും അബിന പി ചിറക്കലും, കൊച്ചിയിൽ നിന്നും വിജിതയും, ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണിയുമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്.